കോട്ടയം കളക്ടറേറ്റിന് മുന്നിലെ ആശാ സമരത്തിനിട്ട പന്തൽ പൊളിച്ചു മാറ്റണമെന്ന് പോലീസ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA സംസാരിക്കുമ്പോഴാണ് പന്തൽ പൊളിച്ചു മാറ്റണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടത്. റോഡിൽ അനധികൃതമായി ഇട്ട പന്തലാണെന്ന് പോലീസ് പറയുന്നു. അപ്പോൾ തന്നെ പന്തൽ പൊളിക്കാൻ അനുവദിക്കില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ആശാ പ്രവർത്തകരും തിരിച്ച് വാദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏറെ നേരത്തെ തർക്കത്തിന് ശേഷം പന്തൽ പൊളിക്കാതെ പോലീസ് മടങ്ങുകയും ചെയ്തു. ബിനിൽ ലീല സാബു ഉണ്ട് കോട്ടയത്ത് നിന്നും വിശദാംശങ്ങളുമായി. ബിനില, എന്താണ് അവിടെ ഉണ്ടായത്? എന്താണ് ഈ തർക്കത്തിലേക്കൊക്കെ നയിച്ച കാരണങ്ങൾ? പോലീസ് പിന്നെ മടങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണ് പോലീസ് ഇത്തരം ഒരു കാര്യവുമായിട്ട് അങ്ങോട്ടേക്കൊക്കെ എത്താൻ ഉണ്ടായൊരു സാഹചര്യം? സംഗീത, ഇന്ന് രാവിലെയാണ് ഈ ഒരു പ്രതിഷേധം കോട്ടയം കളക്ടറേറ്റ് മുന്നിൽ ഉണ്ടായത്. കഴിഞ്ഞ കുറേ കാലങ്ങളെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശമാർ സമരം തുടരുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് മുന്നിൽ കുറേ നാളുകളെ അവർ സമരം തുടരുകയാണ്. അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഇന്ന് 1000 പ്രതിഷേധ സദസ്സുകൾ സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടായത്. കോട്ടയം കളക്ടറേറ്റ് മുന്നിലായിരുന്നു കോട്ടയത്തെ പ്രതിഷേധം ഉണ്ടായത്. ആ പ്രതിഷേധ പന്തൽ കെട്ടിയാണ് ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചത്. ഉദ്ഘാടനം ചെയ്തത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആണ്. അദ്ദേഹം സംസാരിക്കുന്നതിനിടെയാണ് പോലീസ് അവിടേക്ക് എത്തി. അതായത് ഈ പന്തലിട്ട ആളുകൾ അത് പൊളിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ഈ ആശാ പ്രവർത്തകരും തിരുവഞ്ചൂരും ഇത് ചോദ്യം ചെയ്തത്. അപ്പോൾ പോലീസ് ആവശ്യപ്പെട്ടു, പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് പൊളിക്കുന്നതാണ് അവർ പറഞ്ഞത്. പോലീസും ആ സമയത്ത് അവിടേക്ക് വരികയായിരുന്ന സമയത്ത് അത് പൊളിക്കാൻ കഴിയില്ല എന്ന നിലപാടെടുത്തു. വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായി. പ്രവർത്തകരും മുദ്രാവാക്യം അടക്കം വിളിക്കുന്നത് ആ ദൃശ്യങ്ങളിലുണ്ട്. ആശാ പ്രവർത്തകരും ഈ പൊളിക്കുന്നതിനെതിരെ രംഗത്തേക്ക് വരികയും ഒരു വലിയ തർക്കം പോലീസുമായി അവിടെ ഉണ്ടാവുകയും ചെയ്തു. തിരുവഞ്ചൂർ അടക്കമുള്ള ആശാപ്രവർത്തകർ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് CPM-ന്റെയും CITU അടക്കമുള്ള അവരുടെ പോഷക സംഘടനയുടെ ഒക്കെ സമരം അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ പന്തലുണ്ടായിരുന്നു. ആ പന്തലൊന്നും പൊളിച്ചു മാറ്റാൻ ആ ഘട്ടത്തിൽ പോലീസ് തയ്യാറായില്ല. ഇപ്പോൾ ആശാ സമരത്തിന്റെ പന്തൽ പൊളിക്കാൻ വരുന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ല, അത് തടയുകയായിരുന്നു. വലിയ പ്രതിഷേധം ആ സമയത്ത് ഉണ്ടായി. ഏറെ നേരം വാക്കുതർക്കമുണ്ടായി. അതിനുശേഷമാണ് പന്തൽ പൊളിക്കാതെ പോലീസ് പോയത്. ഇപ്പോൾ ഈ സമരം അവസാനിച്ചിട്ടുമുണ്ട്. സംഗീത. ശരി ബിനിൽ.